മാർച്ച് 3-ാം തീയതി ചന്ദ്രഗ്രഹണം സംഭവിക്കുന്ന അതേ ദിവസം 8 നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാൻ പോവുകയാണ്. അതായത് ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ 8 നക്ഷത്രക്കാരിൽ കാലങ്ങൾക്ക് ശേഷം വന്നിരിക്കുന്ന സൗഭാഗ്യത്തിൻ്റെ ദിവസമായിട്ടാണ് ഈ മാർച്ച് 3-ാം തീയതി കാണപ്പെടുന്നത്. അതുമാത്രമല്ല, ഈ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഭൂമിയിൽ ലക്ഷക്കണക്കിന് ഭക്തർ അമ്മയ്ക്കായി പൊങ്കാലയുടെ തീ തെളിയിക്കുന്ന പുണ്യദിനത്തിൽ തന്നെയാണ് ചന്ദ്രഗ്രഹണവും സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഒരു അപൂർവ ദിനം തന്നെയാണ്. ഏറ്റവും പ്രധാനമായി ഇനി പറയുവാൻ പോകുന്ന 8 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ വൻ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയും ഈയൊരു ദിവസം നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്ന ധനവരവ് കൊണ്ട് നിങ്ങളുടെ ജീവിതം മറ്റൊരു തലത്തിലേക്ക് എത്തുകയും ചെയ്യും. അതായത് അമ്മയുടെ കടാക്ഷവും ചന്ദ്രഗ്രഹണം കൊണ്ട് നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള ഭാഗ്യവും ഒന്നിക്കുമ്പോൾ ഇപ്പോൾ ജീവിതത്തിൽ ഇല്ലായ്മകളിലൂടെയും ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥകളിലൂടെയും പോയിക്കൊണ്ടിരിക്കുന്ന 8 നക്ഷത്രക്കാർ സമ്പന്നതയിലേക്ക് കുതിക്കും. അപ്പോൾ ഈ മാർച്ച് 3-ാം തീയതി ചൊവ്വാഴ്ച ചന്ദ്രഗ്രഹണം സംഭവിക്കുന്ന ദിവസം ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അന്നേ ദിവസം ഭാഗ്യത്തെ ആകർഷിക്കുവാൻ നിങ്ങൾ ധരിക്കേണ്ട വസ്ത്രത്തിൻ്റെ നിറവും നിങ്ങളുടെ ഭാഗ്യസംഖ്യയും ഒപ്പം തന്നെ ഈ ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ട ചില പ്രത്യേക കാര്യങ്ങളെ പറ്റിയുമെല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതിൽ ഒന്നാമതായി ഈ മാർച്ച് 3-ാം തീയതി ചൊവ്വാഴ്ച ചന്ദ്രഗ്രഹണ ദിവസം ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാനുള്ള ഭാഗ്യം നിലനിൽക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് ഉത്രം നക്ഷത്രക്കാരാണ്. ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ചന്ദ്രഗ്രഹണ ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ വളരെയധികം ശുദ്ധിയോടെ വെക്കേണ്ട ഒരു സമയമാണ്. അതായത് നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെയോ മറ്റുള്ളവരോടുള്ള പകയോ വിദ്വേഷമോ ഒന്നും കൊണ്ടുവരാതെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഈശ്വരാധീനം കൊണ്ട് നല്ല രീതിയിൽ നടക്കുമെന്ന വിശ്വാസമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഏറ്റവും പ്രധാനമായി ഉത്രം നക്ഷത്രക്കാർ ഈ ഒരു ദിവസം പൊങ്കാല ദിവസം കൂടിയായതിനാൽ അമിതാഹാരം വെടിഞ്ഞ് മിതമായ ആഹാരം കഴിക്കുന്നതാണ് ഉത്തമം. അതുപോലെ തന്നെ ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ ഈ മാർച്ച് 3-ാം തീയതി പൊങ്കാല അർപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ കുടുംബസുഖം വർദ്ധിക്കുകയും മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി നിങ്ങൾക്ക് ഉണ്ടാകുവാൻ കാരണമാവുകയും ചെയ്യും. ഇതിനെല്ലാം പുറമെയാണ് നിങ്ങളിലേക്ക് ഈ ലോട്ടറി സൗഭാഗ്യം വരുവാൻ പോകുന്നത്. ഇതിൽ ഉത്രം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 6 ആണ്. ഇനി നിങ്ങൾക്ക് ഈ മാർച്ച് 3-ാം തീയതി ധരിക്കുവാൻ ഏറ്റവും ഉത്തമമായ വസ്ത്രത്തിൻ്റെ നിറം വെള്ള അല്ലെങ്കിൽ ക്രീം നിറമുള്ള വസ്ത്രമാണ്. അതോടൊപ്പം തന്നെ ഉത്രം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ ഈ ചന്ദ്രഗ്രഹണ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രം സന്ദർശിക്കുന്നത് കൂടുതൽ ശുഭകരമായ ഫലങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കും. ഇനി രണ്ടാമതായി ഈ മാർച്ച് 3-ാം തീയതി ചൊവ്വാഴ്ച ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് വിശാഖം നക്ഷത്രക്കാരാണ്. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചന്ദ്രഗ്രഹണം മഹാഭാഗ്യകരമാണ്. അതായത് നിങ്ങൾക്ക് പോലും അവിശ്വസനീയമായ രീതിയിലുള്ള ഒരു ധനനേട്ടമാണ് നിങ്ങളെ ഈ ഒരു ദിവസം കാത്തിരിക്കുന്നത്. ഇനി അതുമാത്രമല്ല, ഈ ഗ്രഹണം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രക്കാർക്ക് കർമ്മശുദ്ധിയുടെ സൂചന കൂടിയാണ്. ഒപ്പം തന്നെ ദേവീഭക്തി നിങ്ങളുടെ ജീവിതത്തിലെ
ദിശാബോധം വർദ്ധിപ്പിക്കുകയും പൊങ്കാലയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങി ആഗ്രഹ സഫലീകരണം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇനി ഈ ഗ്രഹണ ദിവസം വിശാഖം നക്ഷത്രക്കാർ ചുവപ്പ് അല്ലെങ്കിൽ കാവി നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇനി അതുപോലെ ലോട്ടറി സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട് വിശാഖം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 9. ഒപ്പം തന്നെ കൂടുതൽ ഈശ്വരാധീനവും സൗഭാഗ്യവും നിങ്ങളിൽ നിലനിൽക്കുവാനായി വിശാഖം നക്ഷത്രക്കാർ ഈ ഗ്രഹണ ദിവസം അടുത്തുള്ള ശിവക്ഷേത്രം സന്ദർശിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇനി മൂന്നാമതായി ഈ മാർച്ച് 3-ാം തീയതി ചൊവ്വാഴ്ച ലോട്ടറി സൗഭാഗ്യം നേടുവാൻ കഴിയുന്നതിലൂടെ ഒരു വലിയ രീതിയിലുള്ള ധനവരവ് ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്രക്കാരിൽ ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഇപ്പോൾ പല വിധത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതിനെല്ലാം ഒറ്റ നിമിഷം കൊണ്ടായിരിക്കും അവസാനം ഉണ്ടാകുവാൻ പോകുന്നത്. ഒപ്പം തന്നെ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചന്ദ്രഗ്രഹണ ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലെ എല്ലാ വിധത്തിലുള്ള അശാന്തികളെയും പുറന്തള്ളുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും. അതുപോലെ തന്നെ പൊങ്കാലയിൽ പങ്കുചേരുന്ന കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മാനസികമായ ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുകയും ഒപ്പം തന്നെ അമ്മയുടെ കൃപ വളരെ കാലമായി നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന നീണ്ട തടസ്സങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യും. ഇനി ഈ ലോട്ടറി സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട് കാർത്തിക നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 1. അതുപോലെ ചുവപ്പ്, ഓറഞ്ച് എന്നിങ്ങനെയുള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ കൂടുതൽ പോസിറ്റിവിറ്റി ഈ ഒരു ദിവസം നിങ്ങളിലേക്ക് വന്നു ചേരും. ഇനി നിങ്ങളെക്കൊണ്ട് കഴിയുമെങ്കിൽ കാർത്തിക നക്ഷത്രക്കാർ മാർച്ച് 3-ാം തീയതി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സന്ദർശിക്കുന്നത് നിങ്ങൾക്ക് ഒട്ടനവധി ഭാഗ്യങ്ങളെ സമ്മാനിക്കും. ഇനി ഈ പൊങ്കാലയുടെ പുണ്യവും ചന്ദ്രഗ്രഹണത്തിൻ്റെ ഭാഗ്യവും ഒന്നിച്ചെത്തുന്ന മാർച്ച് 3-ാം തീയതി ചൊവ്വാഴ്ച ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുന്നതിലൂടെ ജീവിതം തന്നെ മാറിമറിയുന്നത് കാണുവാനുള്ള ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന 4-ാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് അനിഴം നക്ഷത്രക്കാരാണ്. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രഹണം എന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ചുള്ള ഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമായിരിക്കും. മാത്രമല്ല പൊങ്കാല വഴി ഈ ഒരു ദിവസം ഈ നക്ഷത്രക്കാർക്ക് ദോഷശമനവും മനസമാധാനവും ജീവിതത്തിൽ അനുഭവത്തിൽ വരും. ഒപ്പം തന്നെ പല കാര്യങ്ങളിലും ക്ഷമയും മൗനവും പാലിക്കുന്നത് അനിഴം നക്ഷത്രക്കാർക്ക് ഒട്ടനവധി നേട്ടങ്ങൾക്ക് കാരണമാകും. ഇനി ഇതിൽ പ്രത്യേകം പറയേണ്ടത് ഇന്ന് ഈ അധ്യായം കാണുന്ന അനിഴം നക്ഷത്രക്കാരിൽ ചിലർ കടബാധ്യത കൊണ്ട് നട്ടം തിരിയുന്ന സാഹചര്യത്തിലായിരിക്കും ഇത്തരത്തിൽ ഒരു ലോട്ടറി സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നത്. അപ്പോൾ ഈ ലോട്ടറി സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട് അനിഴം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 8. ഒപ്പം തന്നെ ഈ ഗ്രഹണ ദിവസം അനിഴം നക്ഷത്രക്കാർക്ക് ധരിക്കുവാൻ ഏറ്റവും ഉത്തമമായ വസ്ത്രത്തിൻ്റെ നിറം കറുപ്പ് അല്ലെങ്കിൽ നീലയാണ്. ഒപ്പം തന്നെ നിങ്ങൾ ഈ ഒരു ദിവസം വടക്കുംനാഥ ക്ഷേത്രം സന്ദർശിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന് അളവില്ലാത്ത നേട്ടങ്ങൾ സമ്മാനിക്കും. ഇനി 5-ാമതായി ഈ ചന്ദ്രഗ്രഹണ ദിവസം തന്നെ ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാരായി വരുന്നത് അവിട്ടം നക്ഷത്രക്കാരാണ്. ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന
അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് സാമ്പത്തികമായി എന്തൊക്കെയോ ആവശ്യങ്ങൾ ജീവിതത്തിൽ നിലനിൽക്കുകയും എന്നാൽ ഒരു വിധത്തിലും ആവശ്യങ്ങളെ നിറവേറ്റുവാൻ കഴിയാത്ത തരത്തിലുള്ള അവസ്ഥ നേരിടുകയും ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും വലിയ സമാധാനക്കേടുകൾ എന്ന് പറയുന്നത് തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളാണ്. എന്നാൽ നിങ്ങളുടെ തലവര തെളിയുന്ന സമയമായിട്ടാണ് ഈ മാർച്ച് 3-ാം തീയതി ചൊവ്വാഴ്ച കാണപ്പെടുന്നത്. ഏറ്റവും പ്രധാനമായി അവിട്ടം നക്ഷത്രക്കാരിൽ ഈ ചന്ദ്രഗ്രഹണം ചിന്താശുദ്ധിക്കും അനുകൂല സമയത്തിനും കാരണമാകുന്ന ഒന്നാണ്. അതുമാത്രമല്ല, നിങ്ങളെ വിട്ടുമാറാതെ പിടിമുറക്കിയിരുന്ന ചില പഴയ വിഷമങ്ങൾ നിങ്ങളിൽ നിന്ന് അകലുകയും അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം സമ്പൽ സമൃദ്ധമാവുകയും ചെയ്യും. ഇനി ഈ മാർച്ച് 3-ാം തീയതി ചൊവ്വാഴ്ച കൂടുതൽ ഭാഗ്യങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കുവാനായി അവിട്ടം നക്ഷത്രക്കാർ പച്ച അല്ലെങ്കിൽ നീല നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും ശ്രീകൃഷ്ണ ക്ഷേത്രം സന്ദർശിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെ അവിട്ടം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 4 എന്ന സംഖ്യയാണ്. ഇനി ഈ മാർച്ച് മാസം 3-ാം തീയതി ചൊവ്വാഴ്ച ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന 6-ാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് പൂരം നക്ഷത്രക്കാരാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഭാഗ്യം കാണുവാനായി കാത്തിരിക്കുന്ന ചില പൂരം നക്ഷത്രക്കാർ ഇതിലുണ്ട്. കാരണം അത്രയേറെ പ്രതിസന്ധികളിലൂടെയും സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെയുമാണ് ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത്. എന്നാൽ ഈ ചന്ദ്രഗ്രഹണം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള നെഗറ്റിവിറ്റികളെയും എടുത്തു മാറ്റും. ഒപ്പം തന്നെ നിങ്ങളുടെ ബന്ധങ്ങളിൽ നിലനിൽക്കുന്ന അകലം ഇല്ലാതാവുകയും കൂടി ചെയ്യുന്ന സമയമായിരിക്കും ഇത്. ഒപ്പം തന്നെ ഭക്തിയോടെ പൊങ്കാല അർപ്പിക്കുന്ന ഒരു പൂരം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കുകയും നിങ്ങൾക്ക് കൂടുതലായി ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാവുകയും ചെയ്യും. ഇനി പൂരം നക്ഷത്രക്കാർ ഈ ഗ്രഹണ ദിവസം കൂടുതൽ പോസിറ്റിവിറ്റിയും ഭാഗ്യവും ആകർഷിക്കുവാനായി ഇളം ചുവപ്പ് നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി നിങ്ങളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 6 ആണ്. ഇനി അതുപോലെ നിങ്ങൾക്ക് ഈ ഗ്രഹണ ദിവസം കൂടുതൽ ഈശ്വരാധീനം നേടുവാൻ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഭഗവതി ക്ഷേത്രം സന്ദർശിക്കുന്നതാണ്. ഇനി ഈ പൊങ്കാല എന്ന പുണ്യവും ചന്ദ്രഗ്രഹണവും ഒന്നിക്കുന്ന മാർച്ച് 3-ാം തീയതി ചൊവ്വാഴ്ച ജീവിതം തന്നെ മാറിമറിയുന്ന തരത്തിലുള്ള ഒരു ലോട്ടറി സൗഭാഗ്യം അനുഭവത്തിൽ വരുവാൻ പോകുന്ന നക്ഷത്രക്കാരായി വരുന്നത് ഉത്രാടം നക്ഷത്രക്കാരാണ്. അതായത് കടബാധ്യതകൾ കൊണ്ടും സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടും ജീവിതത്തിൽ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ചില അവസ്ഥ നേരിടുന്ന ഏതൊക്കെയോ വ്യക്തികൾ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് പണമില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ്. എന്നാൽ ആ ഒരു സാഹചര്യം നിങ്ങളിൽ നിന്ന് മാറുവാൻ പോകുന്ന സമയമാണ് ഇത്. മാത്രമല്ല, ഈ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലെ കർമ്മബോധം ശക്തമാകുന്ന സമയമായിരിക്കും ഇത്. മാത്രമല്ല, ഈ പൊങ്കാല വഴി ഉത്രാടം നക്ഷത്രക്കാരുടെ വളരെ കാലത്തെ കഠിന പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കുകയും
ദീർഘകാല ലക്ഷ്യങ്ങൾക്ക് അമ്മയുടെ കടാക്ഷത്താൽ പൂർത്തീകരണം വരികയും ചെയ്യും. ഇനി ഈ ലോട്ടറി സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട് ഉത്രാടം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയായി നിൽക്കുന്നത് 3. ഇനി കൂടുതൽ പോസിറ്റിവിറ്റിയും ഭാഗ്യങ്ങളും നിങ്ങളിൽ നിലനിൽക്കുവാനായി ഈ ചന്ദ്രഗ്രഹണ ദിവസം ഉത്രാടം നക്ഷത്രക്കാർ മഞ്ഞ അല്ലെങ്കിൽ സ്വർണ്ണ നിറമുള്ള വസ്ത്രം ധരിക്കുന്നത് വളരെ ഉത്തമമാണ്. അതോടൊപ്പം തന്നെ ഈ ചന്ദ്രഗ്രഹണ ദിവസം നിങ്ങൾ ശിവക്ഷേത്രം സന്ദർശിക്കുന്നതും നിങ്ങളിലെ ഈശ്വരാധീനത്തെ വർദ്ധിപ്പിക്കുകയും നിങ്ങളിലേക്ക് വരേണ്ട ഭാഗ്യങ്ങളെ ഇരട്ടിപ്പിക്കുകയും ചെയ്യും. ഇനി 8ാമതായി ഈ മാർച്ച് 3-ാം തീയതി ചൊവ്വാഴ്ച സൃഷ്ടിക്കപ്പെടുന്ന ചന്ദ്രഗ്രഹണം കൊണ്ട് വളരെയേറെ ഭാഗ്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന നക്ഷത്രക്കാരായി വരുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് ആന്തരിക പരിവർത്തനത്തിൻ്റെ സൂചനയാണ്. മാത്രമല്ല, ആത്മീയമായി നിങ്ങൾക്ക് ഏറ്റവും ഉയരത്തിൽ എത്തുവാൻ കഴിയുന്ന ഒരു ദിവസവും കൂടിയാണ് ഈ ഒരു ദിവസം. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാവിധ ദോഷങ്ങളെയും ഇല്ലാതാക്കുവാൻ ഈ പൊങ്കാല ദിവസത്തിന് കഴിയും. ഒപ്പം തന്നെ ഇപ്പോൾ ഈ അധ്യായം കാണുന്ന തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വളരെയേറെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ പെട്ടുനിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതായത് സ്വന്തം കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും സ്വന്തം മക്കളുടെ ആവശ്യങ്ങളും പോലും നിറവേറ്റുവാനുള്ള സാമ്പത്തിക സ്ഥിതി ചില തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോഴില്ല. എന്നാൽ അത്തരത്തിൽ സാമ്പത്തികമായി നിങ്ങൾ അനുഭവിച്ചിരുന്ന ദുരിതങ്ങൾ ഇല്ലാതാകുന്ന തരത്തിലാണ് ഈ ചന്ദ്രഗ്രഹണ ദിവസം നിങ്ങളിൽ ഭാഗ്യമായി തെളിയുന്നത്. അപ്പോൾ ഈ ലോട്ടറി സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 8. ഒപ്പം തന്നെ ഈ ചന്ദ്രഗ്രഹണ ദിവസം നിങ്ങൾക്ക് അണിയുവാൻ ഏറ്റവും അനുയോജ്യമായ വസ്ത്രത്തിൻ്റെ നിറം കറുപ്പാണ്. ഇനി കൂടുതൽ ഈശ്വരാധീനം നിലനിർത്തുവാനും നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന ഈ സൗഭാഗ്യത്തിൻ്റെ ആക്കം കൂട്ടുവാനുമായി മാർച്ച് 3-ാം തീയതി രാവിലെ തന്നെ തൃക്കേട്ട നക്ഷത്രക്കാർ ശിവക്ഷേത്രം സന്ദർശിക്കുന്നത് ഏറ്റവും ഭാഗ്യകരമാണ്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചന്ദ്രഗ്രഹണം കൊണ്ട് വന്നു ചേരുവാൻ പോകുന്നത് അവിശ്വസനീയമായ നേട്ടങ്ങളായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.